ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അപ്പോൾ നാളത്തെ സൂപ്പർ ഹിറ്റ് ചെമ്പനീർ പൂവിൻ്റെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതി ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ രേവതിക്ക് ആ 1,00,000 രൂപയും കൂടി കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും മുഴുവനും തുകയും ഒത്ത് 5,00,000 രൂപ കൊടുക്കാനായിട്ട് നമ്മുടെ സച്ചിയുടെ മുന്നിലേക്ക് വന്നിങ്ങനെ പറയുകയാണ്. സച്ചിയേട്ടാ, ദേവു എനിക്ക് 1,00,000 രൂപയും കൂടി ഒപ്പിച്ച് തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അഡ്വാൻസ് കൊടുക്കാനുള്ള പൈസയെല്ലാം ആയി സച്ചിയേട്ടാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്കും ഒരുപാട് സന്തോഷമാവുകയാണ്. രേവതി നമ്മളപ്പോൾ മനസ്സുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ വിചാരിച്ചാൽ അതിന് പ്രയത്നിച്ചിറങ്ങിയാൽ ഉറപ്പായിട്ടും നടക്കുമല്ലോ രേവതി. പിന്നെ അല്ലാതെ സച്ചേട്ടാ, നമ്മൾ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ടല്ലോ. ദൈവം സഹായിച്ച് ഒന്നിനും ഒരു കുറവും വന്നിട്ടില്ല. ഈ ഓർഡർ എനിക്ക് തന്നെ ചെയ്യണം സച്ചേട്ടാ. അതെൻ്റെ ഒരു വാശിയാണ് സച്ചേട്ടാ. അത് പിന്നെ അല്ലാതെ രേവതി, നീ ഉടനെ തന്നെ ഈ അഡ്വാൻസ് കൊണ്ടേ കൊടുക്ക്. ഞാനും വരണോ രേവതി എന്ന് ചോദിച്ചപ്പോഴേക്കേ വേണ്ട സച്ചേട്ടാ, ഞാനൊരു ഓട്ടോറിക്ഷയ്ക്ക് പോയിക്കോളാം. അയ്യോ, നിൻ്റെ സ്കൂട്ടറിന് എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോഴേക്കും അത് ഇടയ്ക്കിടയ്ക്ക് നിന്ന് പോകുന്നുണ്ട്, എന്തൊരു സ്റ്റാർട്ടിങ് ട്രബിളാന്ന് തോന്നുന്നു, ഞാൻ ഏതായാലും ഓട്ടോറിക്ഷയ്ക്ക് പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ഭയങ്കര സന്തോഷത്തിൽ ആ മുഴുവനും പൈസ എടുക്കുകയാണ്. രേവതി സൂക്ഷിക്കണം, ഇത്രയും പൈസ കയ്യിലുള്ളതാണ്, അതുകൊണ്ട് അത് സൂക്ഷിച്ചും കണ്ടു വേണം കൊണ്ടുപോകാനായിട്ട്. വേണമെങ്കിൽ ഞാനും കൂടെ വരാം. വേണ്ട സച്ചേട്ടനെ ഏതായാലും ഓട്ടത്തിന് പോയിക്കോ. സച്ചേട്ടൻ ഒരു ഓട്ടം വന്നിരിക്കുകയല്ലേ, അതും കളയേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ റൂമെന്ന ലക്ഷ്യം അത് നമ്മൾ മനസ്സിൽ നിന്ന് കളയാൻ പാടില്ല. ശരി രേവതി. അങ്ങനെ രേവതി സന്തോഷത്തിൽ മതി മറന്ന് ആ പൈസയും കൊണ്ട് നേരെ താഴത്തേക്ക് ഇറങ്ങാം. അപ്പോൾ സന്തോഷത്തോടു കൂടി തന്നെ ഓടി വരുന്ന രേവതിയാണ് ഈ രവിയും അതേപോലെ തന്നെ ചന്ദ്രയും കൂടി കാണുന്നത്. അപ്പോൾ ചന്ദ്രയ്ക്ക് രേവതിയുടെ ആ സന്തോഷം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ രവി ചോദിക്കുകയാണ്, മോളെ നീ ഭയങ്കര സന്തോഷത്തിലാണല്ലോ, എന്താ ഇത്ര സന്തോഷത്തിനുള്ള കാരണം? അതെ അച്ഛാ, ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് അച്ഛാ. അതെന്താന്നാ ചോദിച്ചത്? അതെ അച്ഛാ, ഞാൻ ഒരുപാട് ഓടി അരഞ്ഞ് നടക്കുമായിരുന്നില്ലേ 5,00,000 രൂപയ്ക്ക് അഡ്വാൻസ് കൊടുക്കാനുള്ള 5,00,000 രൂപ. അത് തികഞ്ഞു വെച്ചാൽ അതെനിക്ക് 5,00,000 രൂപ കിട്ടി എന്ന് പറയാം. ഇത് കേട്ട ചന്ദ്ര ആകെ ഞെട്ടി വരച്ചൊരവസ്ഥയിലായി പോവുക. എങ്ങനെയെങ്കിലും രേവതിയെ തറ പറ്റിക്കണം എന്നുള്ളൊരൊറ്റ ചിന്ത മാത്രമല്ലേ ചന്ദ്രയുടെ മനസ്സിലുള്ളൂ. അപ്പോൾ ഇതും കൂടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര അമ്പരം നിങ്ങൾ നിൽക്കുകയാണ്. അപ്പോൾ രേവതിയോട് ചോദിക്കണം, ആണോ മോളെ, സന്തോഷമായി മോളെ, എങ്ങനെയാ ആ പൈസ ഒപ്പിച്ചത്? അച്ഛാ, എങ്ങനെയോ ഒരു 4,00,000 രൂപ ഞാൻ ഒപ്പിച്ചായിരുന്നു, പിന്നെ 1,00,000 രൂപയും കൂടി കിട്ടണമായിരുന്നു. ദേവു എനിക്ക് ഒപ്പിച്ചു തന്നു, അവളുടെ ഒരു ഫ്രണ്ടാ ആ പൈസ കൊടുത്തത്. അങ്ങനെ മൊത്തം 5,00,000 രൂപയായി. ഇനി അഡ്വാൻസ് കൊണ്ടേ പൂക്കടയിൽ കൊടുത്തിട്ട് ഇത് കൺഫേം ചെയ്യണം അച്ഛാ. എനിക്ക് ഭയങ്കര സന്തോഷത്തില്ല മോളെ, നിന്നെ ദൈവം അനുഗ്രഹിക്കും, നീ നല്ല മനസ്സുള്ളവളാ, അതുകൊണ്ടാണ് നിനക്ക് ഈ പൈസ കിട്ടിയതും നിനക്ക് ഓർഡർ കിട്ടിയതും എന്നൊക്കെ പറയുകയാണ്. ഇത് കേട്ട് ചന്ദ്രയാണെങ്കിൽ പിന്നെ നല്ല മനസ്സ്, ഒരു 5,00,000 രൂപ ആർക്കാണിപ്പോൾ ഉണ്ടാക്കാൻ പറ്റാത്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ചന്ദ്രേ, നീ കൂടുതൽ വാചകം അടിക്കണ്ട ചന്ദ്രേ, നിന്നോടൊന്നും ആധാരത്തിന് ഇത് കൊടുക്കാൻ പറഞ്ഞിട്ട് നീ കൊടുത്തില്ലല്ലോ, പിന്നെ നീ എന്തിനാ ഇങ്ങനെ പരിഹസിച്ച് നിൽക്കുന്നത്? ഞാൻ ആരെയും പരിഹസിക്കാനൊന്നുമില്ല അച്ഛാ, എനിക്കിനി ഒട്ടും സമയമില്ല എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങുകയാണ്. അപ്പോൾ അങ്ങനെ അച്ഛനോട് അനുഗ്രഹം മേടിച്ചിട്ട് നമ്മുടെ രേവതി നേരെ ഇറങ്ങുക. ഓട്ടോറിക്ഷ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ രേവതി പാഞ്ഞോടിപ്പോകുന്ന രംഗം കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയും പിന്നാലെ ചെല്ലുക. അപ്പോൾ രേവതി ഓട്ടോയിൽ കയറി പോകുന്ന ആ രംഗമാണ് ചന്ദ്ര കാണുന്നത്. ഇത് കണ്ട ചന്ദ്രയ്ക്ക് കുശുമ്പ് മൂത്തിട്ട് ഒരു രക്ഷയില്ല. എങ്ങനെയെങ്കിലും രേവതിയുടെ ഈ ഇത് മുടക്കണമല്ലോ എന്നിങ്ങനെ വിചാരിക്കുകയാണ്. അങ്ങനെ ചന്ദ്ര നേരെ ആ ഊഞ്ഞാലേ പോയി ഇങ്ങനെ ഇരുന്നിട്ട് നേരെ ആ ഒരു ഇതിനെ വിളിക്കുകയാണ്, ഹേമയെ വിളിച്ചിട്ട്, അതെ ഒരു കാര്യം പറയണം. എന്താ ചന്ദ്രമതി, എന്തിനാ വിളിച്ചത്? അപ്പോൾ ഈ ഹേമയാണെങ്കിൽ ഗുണ്ടകളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. രേവതിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഗുണ്ടകളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വിളിക്കുന്നത്. കാര്യം പറയാം ചന്ദ്രേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും, അതെ എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ പറ. അല്ല, നീ ഭയങ്കര വീമ്പിളക്കിയായിരുന്നല്ലോ, ഈ ഓർഡർ നിനക്ക് തന്നെ കിട്ടും, നീ തന്നെ പിടിച്ചെടുക്കും, നീ ആ വർക്ക് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതെ, ആ വർക്ക് ഞാൻ തന്നെ ചെയ്യും. രേവതി എൻ്റെ മുന്നിൽ പൊട്ടിപ്പാളീസാവുമല്ലോ, അവൾക്ക് ആ പൈസ കൊടുക്കാനായിട്ട് പറ്റില്ലല്ലോ, അപ്പം പിന്നെ ആ വർക്ക് ഞാൻ തന്നെയല്ലേ ചെയ്യേണ്ടത് എന്ന് ഹേമ പറയുകയാണ്. ഇത് കഴിഞ്ഞപ്പോഴേക്കും എങ്കിൽ നിനക്ക് തെറ്റി, രേവതിക്ക് ആ മുഴുവനും പൈസ കിട്ടി, 5,00,000 രൂപ. അവൾക്ക് കിട്ടിയെന്നോ, എങ്ങനെ എന്നൊക്കെ ചോദിക്കുകയാണ്. ഹേമ ഞെട്ടിപ്പോയൊരവസ്ഥ നിൽക്കുകയാണ്. അതെ, ഞാൻ പറഞ്ഞ സത്യം തന്നെയാ, അവൾക്ക് ആ പൈസ മുഴുവനും കിട്ടിയിട്ടുണ്ട്. അവളെങ്ങനെയോ എവിടെന്നോ സംഘടിപ്പിച്ചുകൊണ്ട് വന്ന് ഇപ്പേ സന്തോഷം കൊണ്ട് മതി മറന്ന് അവൾ ആ അഡ്വാൻസ് കൊടുക്കാനായിട്ട് പോയിരിക്കുക. അവൾ ആ അഡ്വാൻസ് കൊടുത്ത് ആ പൂക്കൾ വന്നു കഴിഞ്ഞാൽ അറിയാലോ കാര്യങ്ങളൊക്കെ. പിന്നെ അവൾക്ക് 8,15 ലക്ഷം രൂപയുടെ വർക്കാണ് ലഭിക്കുന്നത്. ആ പൈസ കിട്ടിക്കഴിഞ്ഞാലേ പിന്നെ അവളെ പിടിച്ചാൽ കിട്ടൂല, എല്ലാ ഓർഡറുകളും പിന്നെ അവൾക്ക് തന്നെയായിരിക്കും. ഹേമേ, നീ വട്ടപൂജ്യവും. ചന്ദ്രേ, അനാവശ്യം പറയാൻ നിൽക്കരുത്.
അങ്ങനെ രേവതിയെ വളരാനായിട്ട് ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. എങ്കിൽ പിന്നെ നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യ്. അവൾ പിന്നെ ഒരു കാര്യം കൂടി പറയാം, അവൾ പോയിരിക്കുന്നത് അവൾ സ്കൂട്ടിയിലല്ല, അവൾ ഒരു ഓട്ടോറിക്ഷയിലാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന സഹായമൊക്കെ ചെയ്ത് ഇനി നീ ചെയ്യാനുള്ളത് ചെയ്തോ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഫോൺ കട്ടാക്കുകയാണ്. ഇത് കേട്ട ഹേമയ്ക്ക് ഭയങ്കര അരിശം വരികയാണ്. ഹേമ ഗുണ്ടകളോട് പറയാണ്, അതെ നിങ്ങൾ എത്രയും പെട്ടെന്ന് രേവതിയെ ഫോളോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗുണ്ടകൾ ശരി ഓക്കെ ഞങ്ങളെ ഏറ്റു, ഇതിനപ്പുറം ഇനിയൊന്നും ചെയ്യാനില്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലണം, അവളുടെ ഈ ഒരു യാത്ര മുടക്കണം, അവൾ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പ്രശ്നമാകും, ആ വർക്ക് നമുക്ക് പിന്നെ കിട്ടില്ല, പിന്നെ എല്ലാ ഓർഡറുകളും അവൾ ഓർഡർ ചെയ്തുകൊണ്ട് പോകുക തന്നെ ചെയ്യും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് മുടക്കണമെന്നും പറയുകയാണ്. അങ്ങനെ അവൾ ഒരു ഓട്ടോറിക്ഷയിലാണ് പോയിരിക്കുന്നത്. അങ്ങനെ ഓട്ടോറിക്ഷയുടെ ഡീറ്റെയിൽസ് മുഴുവനും പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ചന്ദ്ര ഈ ഓർഡർ ഡീറ്റെയിൽസ് മുഴുവൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. മേഡം ഒന്നും കൊണ്ട് പേടിക്കണ്ട മേഡം, അവളെ ഞങ്ങൾ പോക്കും. അങ്ങനെ ഇവർ ഓട്ടോറിക്ഷ ഇങ്ങനെ ഫോളോ ചെയ്യുക. പിന്നെ ഫോളോ ചെയ്യുമ്പോൾ നമ്മുടെ രേവതിയാണെങ്കിൽ പെട്ടെന്ന് പോ ചേട്ടാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഓട്ടോറിക്ഷക്കാരനൊക്കെ അലിയും വരുന്നുണ്ട്, ഈ പെട്ടെന്ന് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും. അപ്പോൾ ഏതൊരു വളവിലെ കൂടിയൊക്കെ ഈ ഓട്ടോറിക്ഷ പോയിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ഓട്ടോറിക്ഷയ്ക്ക് പെട്ടെന്നൊരു ബ്രേക്ക് ഡൗൺ ആവുക. ബ്രേക്ക് ഡൗൺ കഴിഞ്ഞപ്പോഴേക്കും എന്ത് പറ്റി ചേട്ടാ? അയ്യോ മോളെ എന്തോ സംഭവിച്ചല്ലോ, എന്താണെന്നറിയില്ലല്ലോ. അയ്യോ ഇത് വല്ലാത്തൊരു കഷ്ടമായി പോയല്ലോ ചേട്ടാ. അയ്യോ ഇനി എന്ത് ചെയ്യും മോളെ? സാരമില്ല ചേട്ടാ, കുറച്ചും കൂടിയല്ലേ ഉള്ളൂ, ഞാൻ അങ്ങോട്ട് നടന്നു പോയിക്കോളാം, കുഴപ്പമൊന്നുമില്ല ചേട്ടാ. അയ്യോ മോളെ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. അയ്യോ വെയിറ്റ് ചെയ്യാൻ ഒട്ടും സമയമില്ല, എനിക്ക് ഏതായാലും പൈസ കൊണ്ട് കൊടുത്തിട്ട് എത്രയും പെട്ടെന്ന് കാര്യങ്ങളെല്ലാം സാധിക്കാനുള്ളതാണ്. അപ്പോൾ രേവതി ആ ഓട്ടോറിക്ഷക്കാരന് പൈസ എല്ലാം കൊടുത്തിട്ട് നേരെ ഈ പൈസ ആയിട്ട് നടക്കുകയാണ്. ഇതെല്ലാം കൊണ്ട് ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗുണ്ടകൾ. അപ്പോൾ രേവതി നടക്കുകയാണെന്ന് അറിഞ്ഞപ്പോഴേക്കും അതിൽ നിന്നൊരു ഗുണ്ട ഇറങ്ങിയിട്ട്, എടാ ഞാൻ ഏതായാലും അവളുടെ പിന്നാലെ പോയിക്കോളാം, എന്നിട്ട് പൈസ തട്ടിപ്പറിച്ച് മേടിക്കാം, ആ സമയം കൊണ്ട് നീ ഈ ബൈക്കായിട്ട് വരണം, അങ്ങനെ ബൈക്കിൽ കയറി നമുക്ക് രക്ഷപ്പെടാമെന്നും പറയണം. ശരിയടാ നീ ചെല്ല്, അവൾ ഒരിക്കലും ആ ഒരു കടറ മുന്നിലേക്ക് എത്തരുത്. അങ്ങനെ പതിയെ ഗുണ്ട മുഖമൊക്കെ മൂടി കെട്ടി നേരെ വരികയാണ്. വന്നു കഴിഞ്ഞപ്പോഴേക്കും രേവതിയെ ഒന്ന് തട്ടുകയാണ് ഈ ഗുണ്ട. അപ്പോൾ രേവതി പേടിച്ചു പോയി. രേവതിയുടെ കയ്യിൽ നിന്ന് ആ പൈസ തട്ടിപ്പറിച്ച് മേടിക്കാനായിട്ട് തുടങ്ങുക. എന്താടാ ഈ കാണിക്കുന്നത്? ഇങ്ങോട്ട് തോടി പൈസ എന്ന് പറഞ്ഞിട്ട് മേടിക്കുക. അങ്ങനെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കണം. വിടറ എൻ്റെ പൈസ വിടാനാ പറഞ്ഞത്. പക്ഷേ രേവതിയെ കൊണ്ട് താങ്ങാനായിട്ട് പറ്റുമോ? അങ്ങനെ ആ ഗുണ്ട രേവതിയുടെ കയ്യിൽ നിന്ന് പൈസ അങ്ങോട്ട് തട്ടിപ്പറിച്ച് മേടിച്ചിട്ട് അപ്പോഴേക്കും ബൈക്ക് കൊണ്ട് വേറൊരു ഗുണ്ട വരുന്നു. ആ ഗുണ്ടയുടെ പിന്നാലെ കയറിയിട്ട് ഈ ഗുണ്ട പോവുകയാണ്, പൈസ എടുത്തിട്ട് പോവുകയാണ്. അപ്പോൾ രേവതി ഓടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, ഓടി അവരങ്ങനെ പിടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ രേവതിയെ പിടിച്ച് ഒറ്റ തള്ളലാണ്. രേവതി കിടക്കുന്ന പടക്കവും തല്ലും നേരെ താഴത്തേക്ക്. എൻ്റെ പൈസ താടാ ദൈവമേ, എൻ്റെ പൈസയും കൊണ്ട് പോലെടാ ദുഷ്ടന്മാരെ, എൻ്റെ പൈസ താടാ, പൈസ എന്നിട്ട് പോടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രേവതി കിടന്ന് കരയുകയാണ്. അപ്പോൾ ചുറ്റുപാട് നോക്കിയിട്ട് ഒറ്റ മനുഷ്യരെ കാണാനുമില്ല. രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതി കിടന്ന് കരയുന്നുണ്ട്. പക്ഷേ ആര് കാണാനായിട്ട്? രേവതിയുടെ പൈസയും കൊണ്ട് ആ ഗുണ്ടകൾ കടന്ന് കളയുകയും ചെയ്തു. ഇനി എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്? നമ്മുടെ രേവതിക്ക് ആ പൈസ തിരിച്ചു കിട്ടുക, ആ ഓർഡർ രേവതിക്ക് തന്നെ കിട്ടും, രേവതി ഉയരങ്ങളിലേക്ക് പോകുമോ എന്നൊക്കെ അറിയാനായിട്ട് നാളത്തെ എപ്പിസോഡ് തീർച്ചയായിട്ടും എല്ലാവരും മിസ് ചെയ്യാതെ കേൾക്കണമെന്നും പറയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.